ഗൈസ്, ഈ കസേരയെ നല്ല സുഖമാണ് ഇരിക്കാൻ. വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചരിക്കാം, ഈ കഴുത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഇങ്ങനെ ഒന്ന് മുമ്പോട്ട് വരാം, ഒന്ന് പുറമോട്ട് പോവാം, വേണമെങ്കിൽ ഈ ലിവർ താത്തും താക്കാം. അപ്പോൾ ഇതൊരു കസേരയുടെ പരസ്യമല്ല കേട്ടോ, ഇതിലൂടെയൊക്കെ നമുക്ക് യൂസർ എക്സ്പീരിയൻസ് പഠിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. യൂസബിലിറ്റി, അക്സസിബിലിറ്റി, കംഫർട്ട്, ഡിസൈറബിലിറ്റി, ഇതൊക്കെയാണ് യൂസർ എക്സ്പീരിയൻസ്. അപ്പോൾ തിരിയുന്നതും താഴുന്നതും ഒക്കെ ഇതിൻ്റെ യൂസബിലിറ്റി ആൻഡ് ഫങ്ഷണാലിറ്റി. മുമ്പോട്ടും പുറമോട്ടും വരുന്നത് എർഗണോമിക്സ്, ഇതിൻ്റെ ചാരല് ഡിസൈറബിലിറ്റി. അപ്പോൾ പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ഈസ് ഓക്കെ. ഇനി നെക്സ്റ്റ് ഡിജിറ്റൽ എക്സ്പീരിയൻസ് നോക്കാം. നേരത്തെ പ്രൊഡക്റ്റിലെ യൂസർ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞില്ലേ, അപ്പോൾ ഡിജിറ്റലി വരുമ്പോൾ അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? എളുപ്പമല്ലേ, ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ മൾട്ടിപ്പിൾ സർവീസസ് ഒന്ന് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. യൂസർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തോ അത് കണ്ടുപിടിക്കലാണ് യൂസർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇവിടെ ഈ സ്ക്രീനിൽ യൂസർ എക്സ്പെക്ട് ചെയ്യാൻ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിവിടെ നടക്കുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഫ്രസ്ട്രേറ്റഡ് ആകും. ഒന്ന് ബാക്ക് പോകുമോ ഇവിടുന്ന്? ഓക്കെ, ആ ബാക്ക് ഐക്കന്റെ പൊസിഷൻ തന്നെ കണ്ടില്ലേ, ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബാക്ക് ഫങ്ഷൻസ് ഒന്നും തന്നെ പോവില്ല. അതുകൊണ്ട് തന്നെ യൂസർ പർപ്പസ്ലി പോയി തൊട്ടാൽ മാത്രമേ ബാക്ക് പോവുള്ളൂ. ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയ യൂസർ എന്ത് ചെയ്യും? ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യും. വൺസ് അൺഇൻസ്റ്റാൾ ചെയ്താൽ ഒരിക്കലും പിന്നീട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയില്ല. അതാണ് യൂസർ എക്സ്പീരിയൻസിന്റെ പ്രാധാന്യം. യൂസറിന്റെ എക്സ്പെക്ടേഷൻ തിരിച്ചറിഞ്ഞ് ഒരു ആപ്പിനെ ഡിസൈൻ ചെയ്യുക. സോ ബേസിക്കലി യൂസർ എക്സ്പീരിയൻസ് എന്നാൽ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫോൺ ഓൺ ആക്കുമ്പോൾ ഉള്ള ബൂട്ട് ആനിമേഷൻ അവിടെ വന്നില്ല എങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? ആ ഫോൺ സ്റ്റക്കായി എന്ന് വിചാരിക്കും അല്ലേ? സോ ആ ഒരു ആനിമേഷന് വരെ അത്രയും പ്രാധാന്യമുണ്ട്. അതൊക്കെ UX അത്രയും കരുതി ചെയ്തിട്ടുള്ളതാണ്. സോ യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.